വാർത്തകളിലേക്ക് വീണ്ടും ഇഴഞ്ചാൻ തൊട്ടിലെ അപകടത്തിൽ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ സ്ലാബുകൾ ഇളക്കി തിരച്ചിൽ നടത്താനുള്ള നീക്കം നടക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് ടീം സ്ലാബിലൂടെ ഇറങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, തിരച്ചിൽ തുടരുന്നു, രക്ഷാദൗത്യം തുടരുന്നു. ഏറ്റവും ഒടുവിലായുള്ള നീക്കങ്ങൾ എങ്ങനെ ഷഫീദ്? രജിത്ത്, അതിദുഷ്കരമായൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം, സ്ക്യൂബ ടീം അംഗം കടന്നിരിക്കുകയാണ്. രണ്ടുപേരെ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ സ്ലാബിൽ ഇറക്കിക്കൊണ്ട്, മാൻഹോളിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള 3ഉം 4ഉം പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോൾ ഏതാണ്ട് 150 മീറ്റർ ഉള്ള ടണലിന്റെ പകുതി ഭാഗത്തേക്ക് എത്തുന്നതാണ്, അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തേക്ക് എത്തുന്നതാണ്. അവിടെ നിന്ന് ടണലിന്റെ വാമുഖത്തേക്ക് പരിശോധന നടത്താൻ, തിരച്ചിൽ നടത്താനാണ് നിലവിൽ ഇപ്പോൾ NDRF സംഘം ശ്രമിക്കുന്നത്. ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി സജ്ജമാകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം ഒരാൾ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോയി. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പലയിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ വേസ്റ്റ് കണക്ഷൻസുകൾ, അതായത് ഈ ഒരു ഡയറക്ഷൻ വരുന്ന കണക്ഷൻസ് പോയിന്റുകളുണ്ട്. അവിടേക്കടക്കമെടുത്ത് തെരച്ചിൽ നടത്തേണ്ടി വരുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്നാമത് ഒരാൾ കൂടി ഈ മാൻഹോളിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം നമുക്കറിയാം, നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അതിസാഹസികമായ ഒരു കുഞ്ഞിനെ രക്ഷിച്ചെടുത്ത ഫയർഫോഴ്സ് സ്ക്യൂബ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പോയി. അതേപോലെ തന്നെ രണ്ടാമതൊരാൾ കൂടി പോയി. ഇപ്പോൾ മൂന്നാമത് മറ്റൊരാൾ കൂടി പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് സംഘം, സ്ക്യൂബ സംഘം പരിശോധന നടത്തുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. അതായത് ട്രെയിനുകൾ പൂർണ്ണമായും മാറ്റിയിട്ടായിരുന്നു ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയുള്ള ഈ നമ്മുടെ റോബോട്ടിക് പരിശോധനയെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് രാവിലെ നല്ല തിരക്കുള്ള എടുക്കുന്ന പല ട്രെയിനുകളുമുണ്ട്. പക്ഷെ അത്രയും കാത്തു നിൽക്കുന്നില്ല ഫയർഫോഴ്സ്. അതിന് മുൻപ് തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 150 മീറ്ററാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഈ ടണലിന്റെ ആകെ മൊത്തം നീളം എന്ന് പറയുന്നത്. അതിൽ ഏതാണ്ട് 40 മീറ്റർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഫയർഫോഴ്സ് ടണലിന്റെ വാമുഖത്ത് നിന്ന് പരിശോധന നടത്തി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. പക്ഷേ 40ാമത്തെ മീറ്റർ അല്ലെങ്കിൽ 40 മീറ്ററിന് അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാൻഹോൾ തുറന്നുള്ള, അല്ലെങ്കിൽ മാൻഹോളിൽ ഇറങ്ങിയുള്ള ഒരു തിരച്ചിലിന് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം തീരുമാനിച്ചത്. അല്പസമയം മുൻപാണ് ആദ്യത്തെ ആൾ ഇറങ്ങിയത്. ഇതുവരെയും അപ്ഡേഷനുകളൊന്നും പുറത്തേക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ പോയിരിക്കുന്ന ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. പക്ഷേ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ, ഒരു പൂർണ്ണമായ അപ്ഡേഷനിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ശ്രമകരമായ ഒരു ദൗത്യമാണ്, സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ദൗത്യമാണ്. മൂന്നാമതൊരാൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടത് ഈ മാൻഹോളിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ടുണ്ട്. മാൻഹോളിന്റെ സ്ലാബിൽ കൂടി അകത്തേക്ക് കയറുന്നവർ ഇവിടെ നിൽക്കുന്ന, അതായത് വെളിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫയർഫോഴ്സ് സ്ക്യൂബ സംഘം അവർ ഏറെ സജ്ജമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടത്തി വരികയാണ്. ചേട്ടാ, ഇത് എത്ര പേരായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഓൾറെഡി 2 പേര് ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാമതൊരാൾ കൂടി ഇറങ്ങാൻ പോകാൻ. നമ്മൾ ഇതിന്റെ ഒരു അങ്ങോട്ടേക്കാണോ പോകുന്നത്? ടണലിന്റെ പ്രധാന ഭാഗത്ത്, ടണലിന്റെ ഒരു 30 മീറ്റർ ഇനി പോയാലും നമുക്ക് അവിടെ നിന്ന് ഒരു 40 മീറ്ററോളം അകത്ത് കയറി ക്ലിയർ ചെയ്തായിരുന്നു. ഇനി ഇവിടെ നിന്ന് ഒരു 30 മീറ്റർ അകത്ത് പോയി ക്ലിയർ ചെയ്യണം. നമ്മൾ ഈ 40 മീറ്റർ ഇന്നലെ മൊത്തം വിവരങ്ങൾ നമ്മുടെ ഹെയർ ഓഫീസർ. ഏതായാലും വളരെ ശ്രമകരമായ ഒരു രക്ഷാദൗത്യം ഈ സ്ക്യൂബ ടീം അംഗങ്ങൾ ശ്രമിക്കുകയാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്നലെ 40 മീറ്റർ വന്നിരുന്നു ഇങ്ങോട്ടേക്ക്, അതായത് ടണലിന്റെ വായ്മുഖത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു 40 മീറ്റർ വന്നിരുന്നു. ഈ മാൻഹോളിൽ നിന്ന് 30 മീറ്റർ വീണ്ടും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ അത്രയിടത്ത് ഇല്ല, ജോയി കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ കഴിയും. നേരത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഫയർഫോഴ്സിന്റെ ഒരു വിലയിരുത്തൽ, ഈ നിറയെ ചെളിയും അതേപോലെ തന്നെ വേസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ ദൂരേക്ക്, അതല്ലെങ്കിൽ പാർവതിപുത്തനാറിന്റെ മറ്റു ഭാഗത്തേക്ക് ഇപ്പോൾ മൂന്നാമത്തെ അംഗവും ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചത് രജിത്ത്, ഈ പാർവതിപുത്തനാറിന്റെ മറ്റു ഭാഗത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകാനിടയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഫയർഫോഴ്സ് സംഘം എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഏതായാലും വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് താനും. അവർ കാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 സമീപത്താണ് ഇപ്പോൾ ഈ മാൻഹോൾ ഉള്ളത്. ഇവിടെ രാവിലെ ഇവർ ഏത് രീതിയിൽ ഇറങ്ങാം എന്നുള്ള ഒരു വിലയിരുത്തലടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ ഈ രീതിയിലൊരു ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ഫയർഫോഴ്സ് സംഘത്തിലെ, അതല്ലെങ്കിൽ ഹൗസിംഗ് ബോർഡ് ഫയർഫോഴ്സ് സംഘത്തിലെ സ്ക്യൂബ ഡൈവിംഗ് വിദഗ്ധർ, അതിവർ മുൻപും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി വിജയിച്ച പല ശ്രമങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
ഈ ഈ ഈ പരിശോധനയ്ക്ക് ഈ തിരച്ചിൽ ഇറങ്ങുന്നത്. NDRF സംഘം ഈ ടണലിന്റെ വായ്മുഖത്ത് അവിടെ ചില പരിശോധനാ നടപടികൾ നടത്തുന്നുണ്ട്. ഏതായാലും വലിയ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ വലിയ തിരച്ചിൽ, ഊർജിതമാക്കിയിട്ടുള്ള തിരച്ചിൽ അത് തിരുവനന്തപുരത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ നടക്കുന്നു. കാരണം ഇത്ര മണിക്കൂറായി. ഏതായാലും ഈ ഫയർഫോഴ്സ് സംഘങ്ങൾ വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഈ അപകടമുണ്ടായി ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തുമ്പോൾ മുതൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചും അവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്തത് കൂടി ഈ വേസ്റ്റുകളാണ്. ഇപ്പോൾ അതിന്റെ ഒരു ഹൈ ആംഗിൾ ഷോട്ട് കൂടി രഞ്ജിത്ത് ഉറപ്പാക്കും. അതായത് ഈ രീതിയിൽ അടുത്തയാളെ കൂടി എക്യുപ്ഡ് ആക്കിക്കൊണ്ട് അയാളെ കൂടി ഇറക്കാനുള്ള ഒരു ശ്രമം അത് ഈ ഫയർഫോഴ്സ് സ്ക്യൂബ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാവുകയും ചെയ്യും. ഏതായാലും രഞ്ജിത്ത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകളെടുത്ത് 10 മണിയോടുകൂടി തുടങ്ങിയ തിരച്ചിലാണ്. പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തതിന്റെ പ്രധാന വെല്ലുവിളി അത് ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നതും ഈ മാലിന്യ കൂമ്പാരമായി ഇത് കിടക്കുന്നതുമായിരുന്നു. ഏതായാലും മുതിർന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. സാർ, ഇതിപ്പോൾ നമ്മൾ ഏത് ഘട്ടത്തിലേക്ക് എത്തിയെന്നുള്ളൊരു അപ്ഡേഷൻ ഉണ്ട്? നമ്മളിപ്പോൾ ഇറങ്ങാണ്, സെർച്ചിന് വേണ്ടി ഇറങ്ങാണ്. അവരെല്ലാം ഉപകരണങ്ങളെല്ലാം ധരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങി ഇപ്പോൾ സെർച്ച് തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യുക. ടണലിന്റെ വായ്മുഖത്തേക്കായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്? അതെ, ആ ഭാഗത്തേക്കാണ് പോകുന്നത്. 40 മീറ്റർ ഇങ്ങോട്ടേക്ക് വന്നു. അതെ. ഏതായാലും ഫയർഫോഴ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവും പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യം, അതായത് വായ്മുഖത്ത് നിന്ന് 40 മീറ്റർ ഇന്നലെ ക്രോസ് ചെയ്തിരുന്നു. ഇനി ഈ മാൻഹോളിലേക്ക് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 30 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ജോയി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയും. ഏതായാലും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ശുചീകരണ പ്രവർത്തകർ ഇറങ്ങിയ കരാർ തൊഴിലാളിയായിട്ടുള്ള ജോയിയെ കാണാതാകുന്നത്. അതിനുശേഷം ആദ്യമെത്തിയ ഫയർഫോഴ്സ് സംഘം ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും തടസ്സമായത് മാലിന്യമായിരുന്നു. പിന്നാലെ മാലിന്യം നീക്കിയുള്ളൊരു തിരച്ചിലും പരിശോധനയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് നടത്തി. അങ്ങനെ വൈകുന്നേരത്തോടു കൂടിയാണ് അവർക്ക് ടണലിൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മൂന്നാമത്തെ ആൾ കൂടി ടണലിലേക്ക് ഇറങ്ങുകയാണ്. കേരള ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒരു മിഷനിലേക്ക് അവർ വീണ്ടും കടക്കുന്നു. കഴിഞ്ഞ 2 തവണയും, അതായത് ഇന്നലെ വൈകിട്ടും ഇന്നലെ ഉച്ചയോടുകൂടിയും അവർ നടത്തിയ 2 ദൗത്യങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടിരുന്നില്ല. കാരണം വലിയ മാലിന്യ കൂമ്പാരം, അഴുക്ക് കൂന അത് നമ്മൾ കണ്ടതാണ്. പിന്നീട് JCB അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹ്യൂമൻ എഫേർട്ടിൽ ഇവർ ആദ്യഘട്ടത്തിൽ ഈ വേസ്റ്റ് നീക്കാൻ ശ്രമം നടത്തി. അതിന് പിന്നാലെ JCB കൊണ്ടുവന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെ മാലിന്യം നീക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർ ടണലിന്റെ വായ്മുഖത്ത് നിന്നും ഏതാണ്ട് 40 മീറ്ററോളം ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം സ്ട്രക്കായി നിൽക്കുകയായിരുന്നു. കാരണം അട്ടിക്കൂടി കിടക്കുന്ന രീതിയിലായിരുന്നു മാലിന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും അത് തടസ്സമായപ്പോഴാണ് മറ്റു വഴികൾ, സമാന്തര വഴികൾ തേടിയത്. അങ്ങനെ ആ സമാന്തര വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ തിരക്കുള്ള തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം 3 സമീപത്തുള്ള മാൻഹോൾ ഇന്ന് രാവിലെ നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ആദ്യഘട്ട പരീക്ഷണം എന്നോണം ഒരാൾ അതിനകത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെബിലിറ്റി അവർ നോക്കുന്നുണ്ട്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു മാൻഹോളാണ്. താഴേക്ക് പോകുമ്പോൾ അതൊരു ഇടുങ്ങിയ ഭാഗമായി മാറുന്നുണ്ട്. 2 മീറ്റർ ഉയരമുണ്ട് എന്നുള്ളതാണ് അവർ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ നിന്ന് നേരെ ടണലിന്റെ വായ്മുഖത്തേക്കാണ് അവർക്ക് യാത്ര ചെയ്യേണ്ടത്. അവിടെയും ഇടുങ്ങിയ രീതിയിലാണ്. മാത്രവുമല്ല ഇതിന്റെ കൺസ്ട്രക്ഷൻ രീതിയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി കാലങ്ങളായി അടിഞ്ഞിരിക്കുന്ന ചെളി, അതേപോലെ തന്നെ മാലിന്യം, അത് വളരെ 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 ഒരു ഇടുങ്ങിയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്നുള്ളതാണ് അകത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അവർക്കത് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, മാലിന്യം തള്ളി മാറ്റി മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. കാര്യം നമുക്കറിയാം, അകത്താണ് എന്തൊക്കെ എക്യുപ്ഡ് ആണെന്ന് പറഞ്ഞാലും സ്വാഭാവികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് അതിസാഹസികമായിട്ടാണ് സ്ക്യൂബ സംഘം ഇപ്പോൾ ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം എഫേർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫയർഫോഴ്സ് എടുക്കുന്നുണ്ട്, സ്ക്യൂബ സംഘം എടുക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ഏതാണ്ട് 25 ഫയർഫോഴ്സ് സംഘം ഇവിടെ തമ്പടിക്കുന്നു. ഇവരായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും അവർ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ മാൻഹോൾ വഴി താഴേക്കിറങ്ങുന്നു. മൂന്നാമത്തെ സ്ക്യൂബ ടീം അംഗം കൂടി മാൻഹോൾ വഴി അകത്തേക്ക് കയറി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാരായമുട്ടം സ്വദേശിയായ ജോയി, കരാർ ജീവനക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ, അന്നേ കന്നം കണ്ടെത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ ഭൂമിയിൽ വരുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്തെ മാലിന്യം നീക്കാൻ വേണ്ടി ഇന്നലെ ഇറങ്ങുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് രാവിലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയിൽ അടിയൊഴുക്ക് കൂടി. അങ്ങനെ അദ്ദേഹം ആ വെള്ളക്കെട്ടിലേക്ക് അകപ്പെട്ടു. ഈ വെള്ളക്കെട്ടിന്റെ മുകൾ ഭാഗത്ത് മുഴുവൻ വലിയ രീതിയിൽ ഏതാണ്ട് 1 മീറ്ററോളം ഉയരത്തിൽ മാലിന്യം ഉണ്ടായിരുന്നു. ആ മാലിന്യത്തിനകത്തേക്ക് അടിയിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അങ്ങനെ ഈ ടണലിനകത്തുകൂടി ഇങ്ങോട്ടേക്ക് വന്നു, ഇതിനടിയിലേക്ക് വന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ തെരച്ചിലും അന്വേഷണവും ഒക്കെ ഇപ്പോൾ നടത്തി വരുന്നത്. ഏതായാലും
ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവരെ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ മനുഷ്യ എഫേർട്ടുകളും അവരെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഈ മാലിന്യം തന്നെയാണ്. കാരണം ഈ ടണലിനകത്തും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മാൻഹോളിനകത്തും കാര്യമായ മാലിന്യമുണ്ട്. നമ്മൾ ഈ ടണൽ മുഖത്തെ മാലിന്യം നീക്കി എന്ന് പറഞ്ഞാൽ കൂടി അകത്തേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആണ്. മാത്രമല്ല അകത്തേക്ക് കൂടി പോകുമ്പോൾ ഈ മാലിന്യം തള്ളി നീക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്നലെ രാത്രിയൊക്കെ ഫയർഫോഴ്സ് സംഘം, സ്ക്യൂബ സംഘം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അതൊന്നും അവർ വകവയ്ക്കുന്നില്ല. അവർ അകത്തേക്ക് ഒരു വലിയ മിഷനുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ജോയിക്ക് എന്ത് സംഭവിച്ചു, ജോയിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയാനാണ്. ഫയർഫോഴ്സ് അവർക്ക് കഴിയാവുന്നത്ര പരിശ്രമം അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ നഗരസഭാ മേയർ അടക്കമുള്ള ആളുകൾ നമ്മൾ കണ്ടതാണ് ഇന്നലെ രാത്രിയിലെ കാഴ്ചകൾ. റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം നീക്കിക്കൊണ്ട് കണ്ടെത്താനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ അതും ഫലം കണ്ടില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടി ഫയർഫോഴ്സ് സംഘം വീണ്ടും സംഭവ സ്ഥലത്തേക്ക് എത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒരു മിഷനായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം 40 മീറ്റർ ടണലിന്റെ വായ്മുഖത്ത് നിന്ന് മുന്നോട്ട് നീങ്ങി ചെളിയും അതേപോലെ തന്നെ മാലിന്യവും കാരണം ആ പരിശോധനയും തിരച്ചിലും തടസ്സപ്പെട്ടു. ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 3 സമീപത്തെ ടണലിന്റെ അകത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വീണ്ടും സമാനമായ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടേക്ക് ഒരു മൂവ് നടത്തുമ്പോൾ അത് എത്രത്തോളം എഫേർട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടേക്ക് ഇറങ്ങിയ ആദ്യം ഇറങ്ങിയ സ്ക്യൂബ വിദഗ്ധരെ നമ്മൾ മുൻപ് പലതവണ നമ്മൾ വിഷ്വലിൽ കണ്ടിട്ടുള്ള ആളാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുട്ടി അകപ്പെട്ട സമയത്തൊക്കെ കുട്ടിയുമായി കൊണ്ട് ഓടുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയ്ക്കധികം വിദഗ്ധരാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ 3 പേരും മുൻപ് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്ത ആളാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും.